കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്നലെ വരെ ഒരാളാ വഴിക്ക് പോയിട്ടില്ലല്ലേ? അപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം? ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങോട്ടും പോവില്ല. പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു PV അൻവറിന്. നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരു അനക്കവുമില്ല. എന്റെ മൊഴിയെടുത്തപ്പോ ഞാൻ പറഞ്ഞു IG-യോട് 188ഓളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 10 ആൾ IG നിങ്ങൾ വിളിപ്പിക്കുക, അവരോടൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? എങ്ങനെയാ ചോദ്യം ചെയ്തത്? സ്വർണം എവിടെ വെച്ചാ ഉരുക്കിയത്? അത് എത്ര ഗ്രാം ഉണ്ടായിരുന്നു? ഒരാളെ വിളിച്ചിട്ടില്ല. ഒരാളെ. എന്താണ് അന്വേഷണം? എന്താ പരിപാടി അറിയാമോ? ഈ സ്വർണം കൊണ്ടുവരുന്ന പാസഞ്ചർ കാരിയർ ഇത് അവിടുന്ന് കൊടുത്തു വിടുന്നവർ നല്ല പാക്കിംഗ് സിസ്റ്റത്തിലാണ് സാധനം അയക്കുന്നത്. പാക്കിംഗ് കസ്റ്റംസിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. ആ യെല്ലോ ഷെയ്ഡ് സ്കാനറിൽ കാണാം. എത്ര മൈന്യൂട്ടാണെങ്കിലും ഇവര് കാണാത്ത പോലെ കടത്തി വിടുന്നു. പാസഞ്ചർ കൈസിലായി. അപ്പൊ എന്താ, ഇവരെ കടത്തി വിടുന്നതോട് കൂടിയിട്ട് സുജിത് ദാസിന്റെ ടീം പുറത്തുണ്ട്. അവർക്ക് ഇവന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവന്റെ ഫോട്ടോ അവിടെ നിന്നല്ല എടുത്താക്കുന്നത്. ഇത് വെച്ച് ഇവർ പുറത്ത് നിൽക്കാൻ കടന്ന് പുറത്തേക്ക് വന്നാൽ ആ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ 2 TV നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. 2 പാസഞ്ചേഴ്സ് നമ്മളെ TV പുറത്ത് വിട്ടത്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക്. പിന്നെ അവർ തീരുമാനിക്കുകയാണ് 2 കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുകയാണ്. ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന്റെ കടയിലേക്ക് പോകുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരൊന്നും അല്ല കേട്ടോ, ഒരൊറ്റ അപ്രൈസറേ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിക്കണേ, കൊണ്ടോട്ടിയിൽ എന്താ ഇത്ര വലിയ സേട്ടുമാര്? ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എത്ര സേട്ടുമാര് സ്വർണം നിങ്ങൾക്കൊക്കെ അറിയാൻ നിലമ്പൂരുണ്ടാവും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവരോടൊന്ന് ചോദിച്ചോ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം? ബാക്കിയൊക്കെ വിടൂ. ഈ 3.5 കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ 2 പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും, ഒന്ന് തൊട്ടടുത്ത കാളികാവിലും ഒന്ന് കൊടുവള്ളിയിലുമാണ്. എന്തേ അന്വേഷിക്കാത്തത്? എന്താ അന്വേഷിക്കാത്തത്? അൻവർ ഫോണ് ചോർത്തിയതിന് കേസെടുത്ത് നടക്കാം അല്ലേ? അതല്ലേ? നമ്മൾക്ക് നോക്കാം. ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ. മനസ്സിലായോ? വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ വിശദീകരിക്കുന്നില്ല. മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും. ഒരു കടലാസിന്റെ സഹായം വേണ്ട, എന്റെ മനസ്സിലുണ്ട്. ഞാൻ സൂചിപ്പിച്ച് പോവാണ്. ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം